കൊച്ചിയിലെ കോന്തുരുത്തിയിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കപ്പെടുകയാണ്. പോലീസ് കസ്റ്റഡിയിലെടുത്ത ജോർജ് കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. സാമ്പത്തിക തർക്കത്തെ തുടർന്ന് കമ്പിപ്പാര ഉപയോഗിച്ച് തലക്കടിച്ച് കൊന്നു എന്നാണ് ജോർജിന്റെ മൊഴി. അരുൺ ശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അതിനു മുൻപ് ചാക്കിൽ ഇതൊക്കെ പൊതിഞ്ഞ് കിടക്കുന്ന അവസ്ഥ കാണപ്പെട്ടെന്നുള്ളതാണ്. ബോഡിയുടെ അടുത്ത് തന്നെ ഒരു ജോർജ് എന്ന ആളുരിപ്പുണ്ടായിരുന്നു. ഈ വഴിയുടെ നമ്മുടെ ഈ ബോഡി കാണപ്പെട്ട വഴിയുടെ എൻഡ് ചെല്ലുന്ന ജോർജിൻ്റെ വീട്ടിലാണ്. ജോർജിനെ കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്തു. ജോർജ് ആദ്യം പറഞ്ഞത് ജോർജിന് ബോഡിയെക്കുറിച്ച് അറിയത്തില്ല, മരിച്ച ആളെ അറിയത്തില്ല, എങ്ങനെയാണെന്ന് ഓർത്തത്. ജോർജ് ഇങ്ങനെ കണ്ടു, അവനും ഇത് കണ്ട് ഭയപ്പെട്ട് ബോഡിയുടെ അടുത്ത് ഇരുന്ന് പോയതാണെന്നുള്ളൊരു വേർഷനാണ് ജോർജ് ആദ്യം എടുത്തത്. ജോർജിനെ കൂടുതലായിട്ട് നിലവിലുള്ള കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തപ്പം ജോർജ് തന്നെ അഡ്മിറ്റ് ചെയ്തു. ജോർജ് സൗത്ത് ഗേൾസ് ഹൈസ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് കയറ്റിക്കൊണ്ട് വന്നതായിരുന്നു. അവർ സെക്സ് വർക്കിനായിട്ട് വന്നിട്ടുള്ളതായിരുന്നു. അതിനുശേഷം സാമ്പത്തികപരമായിട്ട് അവർ തമ്മിൽ തർക്കമുണ്ടായി. ആ തർക്കം മൂത്തു. ജോർജ് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ, കൊലപാതകം നടത്തണമെന്ന ഉദ്ദേശത്തോടെ അടുത്തുള്ളൊരു മുറി തന്നെ കമ്പിപ്പാരി ഉപയോഗിച്ച് തലക്കടിച്ച് കൊലപാതകം നടത്തിയെന്നുള്ളതാണ്. മറവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്താണ് ഇവിടം വരെ ജോർജ് കഴുത്തിൽ കയറ് കെട്ടി വലിച്ച് കൊണ്ടുവരികയായിരുന്നു. മറ്റൊരാൾക്ക് സഹായം കിട്ടിയതായിട്ടും ഞങ്ങൾ വരുമ്പോൾ അവിടെ 2-3 പേരേ ഉള്ളൂ. അപ്പോൾ ഈ വ്യക്തി ഡെഡ് ബോഡി ഹാഫ് നേക്കഡായിട്ട് കിടക്കണേണ്. ചാക്ക് ഇവിടം വരെ കയറ്റിയിട്ടുണ്ട്. പുള്ളിക്കാരൻ അടുത്ത് തന്നെ ചാരിയിരുന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കണായിരുന്നു. അപ്പോൾ മറ്റേ ഹരിതകർമ്മസേനയിലെ ചേച്ചി പറഞ്ഞാൽ വരുമ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് ആരും എൻ്റെ കോമ്പൗണ്ടിൽ ഡെഡ് ബോഡി കൊണ്ട് ഇട്ടിട്ടുണ്ട്, എന്നെ ഒന്ന് പിടിച്ചെണീപ്പിക്കുമെന്ന് പറഞ്ഞു. ഏർലി മോർണിംഗിൽ പുള്ളി ചെന്നിട്ട് ഒരാളോട് ഒരു ചാക്ക് ചോദിച്ചു. വീട്ടിൽ കോമ്പൗണ്ടിലൊരു പട്ടി എന്തോ ചത്തിട്ടുണ്ട്, അപ്പോൾ ഒരു ചാക്ക് തരുമെന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ അയാൾ മദ്യപിച്ചിരിക്കണോണ്ട് പുള്ളി ഒഴിവാക്കി വിട്ടെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഏതോ കടയിൽ പോയിട്ട് കടയിൽ ഒരു പുള്ളി പറഞ്ഞിട്ടുണ്ട് എൻ്റെ കടയിൽ വന്നിട്ട് രാവിലെ 2 ചാക്ക് മേടിച്ചുകൊണ്ട് പോയി വെളുപ്പിന്. അപ്പോൾ നമുക്കപ്പോൾ കൂടുതൽ സംശയമായി. അപ്പോഴാണ് നമ്മൾ പിന്നെയും കൂടുതലും എല്ലാവരും ഇവിടെ തന്നെ നിന്നത്. കാരണം നമ്മുടെ കോമ്പൗണ്ടിൽ ഒരു ഡെഡ് ബോഡി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ തന്നെ പോലീസിനെയോ അല്ലെങ്കിൽ നാട്ടുകാരെയല്ലേ വിളിക്കുള്ളൂ. ചാക്ക് എടുക്കാൻ ആരെങ്കിലും പോകില്ലല്ലോ. അന്യസംസ്ഥാന തൊഴിലാളി പുള്ളിയുടെ വൈഫും പുള്ളിയുടെ ചേച്ചിയാണ് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം ഡൗട്ട് അവരായിരിക്കും. അപ്പോൾ ആ വ്യക്തി അപ്പോൾ പുറത്തോട്ട് ഇറങ്ങി വന്നു. പുള്ളി ഒന്നും അറിയാണ്ട് പുള്ളി പേടിച്ച് ഇവിടെ വന്നു. രാത്രി എന്തോ ചെറിയ ശബ്ദം അടക്കം കേൾക്കാറുണ്ട്. അപ്പോൾ ഇന്നും ചെറിയൊരു ശബ്ദമൊക്കെ ഇന്നലെ രാത്രിയും കേട്ടായിരുന്നു. അതുകൊണ്ട് കാര്യമൊക്കെ ഇല്ലെന്ന് പറഞ്ഞു. മൃതദേഹം കണ്ടപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചെറുതായിട്ട് ബ്ലഡ് സ്പോട്ടൊക്കെ കാലിലുള്ള പോലെ തോന്നിയായിരുന്നു. പിന്നെ ഫേസും ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഫേസ് കാണിച്ചായിരുന്നു. അപ്പോൾ ഫേസിലും ചെറുതായിട്ട് അവിടെ ഇവിടെയും ബ്ലഡ് ഉള്ള പോലെ തോന്നിയിട്ടുണ്ട്. ഒരു ജോർജിന് ഇവിടെ താമസിക്കുന്ന ആളാണ്. ഇവിടെ ഇതായിട്ടുള്ള വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന പണ്ടുപോലെയുള്ള ഇവിടെ താമസിക്കുന്ന വ്യക്തിയാണ്. വേറെ ഒന്നുമില്ലായിരുന്നു. പക്ഷെ എന്താണ് ഒന്നും അറിയത്തില്ല കാര്യങ്ങൾ. സ്ത്രീയെ തിരിച്ചറിഞ്ഞിട്ടില്ലെന്ന് ഈ ജോർജ് എന്ന് പറയുന്ന ആൾ രാവിലെ ചാക്ക് തിരക്ക് ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതിപ്പോൾ പറയുന്നത് കേട്ടു ഇവിടെ ഇതായിട്ട്. വേറെ ഒന്നുമില്ല. കാരണം രാവിലെ 4:30 ഇങ്ങനെ അന്വേഷിച്ച് കിടക്കുന്നെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചതെന്നും എന്താണെന്നും പുള്ളീനെ ചോദ്യം ചെയ്താൽ മാത്രമേ ഇത് അറിയാൻ പറ്റുള്ളൂ കറക്റ്റായിട്ട്. അരുൺ ശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, നടുക്കിയൊരു കൊലപാതകമാണ്. കൊലപാതകത്തിൻ്റെ തുടർച്ച ഇയാൾ മദ്യലഹരിയിലായിരുന്നു, ഉറങ്ങിപ്പോയി. അങ്ങനെയാണോ ഇയാൾ വേഗത്തിൽ പിടിയിലായത്? അങ്ങനെയാണോ അവിടെ ഇരുന്ന് ഉറങ്ങുന്നതായി നാട്ടുകാർ ഉൾപ്പെടെ കണ്ടത്? തീർച്ചയായിട്ടും ഇയാൾ ഈ കൊലപാതകത്തിന് ശേഷം മൃതദേഹം മറവ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ മദ്യലഹരിയിലായി പോയതാണ് അയാൾക്ക് തിരിച്ചടിയായത്. ഇന്ന് പുലർച്ചെ ഇവിടുത്തെ വീടുകളിലും അതോടൊപ്പം തന്നെ കടകളിലുമൊക്കെ പോയി ഇയാൾ ചാക്ക് തിരക്കിയിരുന്നു. ചോദിച്ചപ്പോൾ പട്ടി ചത്തതാണെന്നും അതിനെ മറവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചാക്കെന്നും പറഞ്ഞിരുന്നു. പക്ഷേ ചിലർക്ക് സംശയം തോന്നിയിരുന്നു. തുടർന്ന് രാവിലെ എത്തിയ ഹരിതകർമ്മ സേനാംഗമാണ് ഈ വീട്ടിലേക്കുള്ള വഴിയിൽ ഒരു മൃതദേഹം കിടക്കുന്നതും അതോടൊപ്പം തന്നെ അതിനടുത്ത് ഈ ജോർജ് ഇരുന്ന് ഉറങ്ങുന്നതായിട്ടും കണ്ടത്. തുടർന്ന് അവർ കൗൺസിലറെ വിവരം അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തി ഈ ജോർജിനെ കസ്റ്റഡിയിലെടുത്തു. ആദ്യം ജോർജ് പറഞ്ഞത് ആരോ തൻ്റെ വീടിൻ്റെ സമീപത്ത് മൃതദേഹം കൊണ്ടിടുകയായിരുന്നു എന്ന് വ്യാജ മൊഴി നൽകി. പക്ഷേ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ജോർജ് കുറ്റം സമ്മതിച്ചത്. ഇന്നലെ രാത്രിയാണ് എറണാകുളം സൗത്തിൽ നിന്ന് ഈ സ്ത്രീയെ കൂട്ടിക്കൊണ്ട് ജോർജ് വീട്ടിലെത്തിയത്. വീട്ടിൽ അപ്പോൾ ഭാര്യയോ മറ്റുള്ളവരോ ഉണ്ടായിരുന്നില്ല. ഭാര്യയെ കഴിഞ്ഞ ദിവസം മോളുടെ വീട്ടിൽ കൊണ്ടുചെന്നാക്കിയിരുന്നു. മോളുടെ പിറന്നാളായതിനാൽ ജോർജും പോയിരുന്നു. പക്ഷേ ഇന്നലെ തന്നെ ജോർജ് മടങ്ങി വന്ന് അതിനുശേഷമാണ് ഈ സ്ത്രീയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. അതിനുശേഷം ഇവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. തുടർന്നുണ്ടായ സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിന് കാരണം. സാമ്പത്തിക തർക്കം ഉണ്ടായതിനെ തുടർന്ന് വീട്ടിലുണ്ടായിരുന്ന കമ്പിപ്പാര ഉപയോഗിച്ച് സ്ത്രീയുടെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷമാണ് കഴുത്തിൽ കയറ് കെട്ടി വലിച്ചിരിച്ചുകൊണ്ട് അത് മറവ് ചെയ്യാൻ വന്നത്. ആ സമയത്താണ് ഇയാൾ മദ്യലഹരിയിലായി പോവുകയും അവിടെ നിന്ന് ഉറങ്ങിപ്പോവുകയും ചെയ്തു. അങ്ങനെയാണ് ഇപ്പോൾ ഇയാൾ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നത്. ശരി, അരുൺ ശങ്കറാണ് സ്പോട്ടിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.